ഹേ ഗായ്സ്, ദിസ് ഈസ് സോജാറി ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്, നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ, അടുത്തൊരു ആക്ഷൻ എന്തായിരിക്കും, ഓക്കെ, മിണ്ടാൻ ചാൻസ് ഉണ്ടോ, എന്താണ് അവരുടെ സിറ്റുവേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾക്ക് നോക്കാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങളൊരു പൈൽ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമ്മൾക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് പൈൽ ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. വിൽ ഓഫ് ഫോർച്യൂൺ, ഏസ് ഓഫ് വാൺസ്, 10 ഓഫ് സോർഡ്സ്, ഹെർമിറ്റ്, പേജ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 9 ഓഫ് പെൻഡിക്കിൾ, ക്യൂൻ ഓഫ് വാൺസ്, 7 ഓഫ് സോർഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 6 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ രാത്രി സമയത്തൊക്കെ നിങ്ങളുടെ അടുത്ത് മിണ്ടണം, സംസാരിക്കണം, കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറന്ന് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യണം, റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് കറൻ്റ്ലി കാണാൻ സാധിക്കുന്നത്. ചുറ്റും എല്ലാവരും ഉണ്ടായിട്ടും നിങ്ങളുടെ ഒരു പ്രസൻസ് ഭയങ്കരമായിരുന്നു എന്ന് ഈ വ്യക്തിക്ക് ഇപ്പോൾ തോന്നിത്തുടങ്ങിയിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ വിൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയിട്ടുണ്ട് വിത്ത് ഏസ് ഓഫ് വാൺസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു പാഷൻ, ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ നേരത്തെ വേറെ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുള്ള വ്യക്തികളായിരിക്കും. വാട്ടെവർ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തി ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷൻ തോന്നിയിട്ടുണ്ട്. ഇത് മേ ബി ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങളെ പരിചയപ്പെട്ട സമയം മുതൽ ലൈഫ് ലോങ് എന്നും ഈ ഒരു കോണ്ടാക്റ്റോ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റെങ്കിലും അറ്റ്ലീസ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റണം എന്നൊരു ചിന്താഗതി ഈ വ്യക്തിക്കുണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ ഒരു ബ്ലോക്കേജ് വന്നിട്ടുള്ളത്. മേ ബി ഈ വ്യക്തിയായിട്ടോ നിങ്ങളായിട്ടോ പറഞ്ഞു നിർത്തിയതോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം സ്പ്ലിറ്റായി നിൽക്കുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരേപോലെ റീയൂണിയൻ, റീകൺസിലേഷൻ നടക്കാൻ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു മിററിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പറ്റാതെ ഒരു ബ്ലോക്കേജ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ലോങ് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് വേണം. അത് ഇടയ്ക്ക് വെച്ചിട്ടൊന്നും സ്പ്ലിറ്റ് ആവുന്നതിനെ പറ്റിയിട്ടൊന്നും ആൾക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവിടെ 10 ഓഫ് സോർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. എക്സ്ട്രീം ലെവലിൽ ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആളുടെ കാര്യങ്ങൾ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ഇത്രയും ഡീപ്പ് കണക്ഷൻ നിങ്ങളടുത്ത് ഫീൽ ചെയ്യുന്നു എന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. മുൻ ജന്മത്തിൽ അല്ലെങ്കിൽ വർഷങ്ങളായിട്ടേ പരിചയമുള്ള ഒരു വ്യക്തിയെ പോലെ, മുൻ ജന്മത്തിൽ പരിചയമുള്ള ഒരു വ്യക്തിയെ പോലെയൊക്കെ പലപ്പോഴും തോന്നുന്നുണ്ട്. മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലരുടെ കേസിൽ ഈ ഒരു ഫസ്റ്റ് പൈൽ നിങ്ങൾ തമ്മിൽ മുൻ ജന്മത്തിൽ ഒരു കണക്ഷൻ ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതിൻ്റെ കർമ്മ ബേസ് ചെയ്തിട്ടും ഈ ജന്മത്തിൽ നിങ്ങൾ കുറച്ച് നാളൊരു നോ കോണ്ടാക്റ്റോ സെപ്പറേഷനോ ഒക്കെ പോകേണ്ടതായിട്ട് വരും. കറൻ്റ്ലി നിങ്ങളുടെ വ്യക്തി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് എല്ലാം പറഞ്ഞു തീർക്കണം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം മാറണം എന്നുണ്ട്, പക്ഷേ എങ്ങനെ ഇത് സോൾവ് ചെയ്യും, എങ്ങനെ അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കും എന്നതിനെ പറ്റിയിട്ട് ആൾക്കൊരു ഐഡിയയും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്നില്ല. നിങ്ങളിനിയും അക്സെപ്റ്റ് ചെയ്യുമോ, നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പായോ, നിങ്ങൾ മൂവ് ഓൺ ചെയ്തോ, ഇതെല്ലാം മറന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തോ എന്നൊരു സംശയം ഈ വ്യക്തിക്ക് കറൻ്റ്ലി നിലനിൽക്കുന്നുണ്ട്.
കാണിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നേരത്തെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിങ്ങളും ഒരു നോ കോണ്ടാക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ സൈഡിൽ നിന്നും ഒരു ആക്ഷൻ ഉണ്ടാകാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടിട്ട് ആരും പോയി അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യരുത്. ഞാൻ ഒരുപാട് റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ മാത്രമായിരിക്കും നമ്മൾക്ക് ഈ ഒരു പേഴ്സൺ വന്നാലും ഒരു സ്റ്റേബിളായിട്ടൊരു കോണ്ടാക്റ്റും കമ്മ്യൂണിക്കേഷനും ലൈഫ് ലോങ് പോകുന്ന രീതിയിൽ കിട്ടുകയുള്ളൂ അല്ലേ. സോ അല്ലാതെ നിങ്ങൾ റഷ് ചെയ്തിപ്പോൾ ഇതൊക്കെ കേട്ട് അങ്ങോട്ട് പോയി മെസ്സേജ് അയക്കാൻ നിന്നാൽ നോ കോണ്ടാക്റ്റ് റൂൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിപ്ലൈ കിട്ടുമായിരിക്കാം. അതിനപ്പുറത്തേക്ക് അതൊരു സ്റ്റേബിളായിട്ടോ അല്ലെങ്കിൽ നാളെയും മിണ്ടുന്നൊരു സിറ്റുവേഷനോ ഇഷ്യൂസ് എല്ലാം പറഞ്ഞു തീർത്ത് ഹീലാകുന്ന ഒരു അവസ്ഥ അവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് മേ ബി എന്തെങ്കിലും ഒരു റിപ്ലൈ മേ ബി ഓക്കെ കിട്ടുമായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് സ്റ്റേബിൾ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റഷ് ചെയ്യാതിരിക്കുക. ഈ പേഴ്സൺ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പോ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നൊരു ചിന്താഗതിയിലാണ് ഈ വ്യക്തി. ഇനിയിപ്പോൾ വീണ്ടും വന്നാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ എവിടെയൊക്കെയോ ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് നിന്നും മറച്ചു വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. ഒരു സമയത്ത് എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിരുന്ന വ്യക്തി കുറച്ച് കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നു. ഒരു ക്ലാരിറ്റി തരാത്ത സിറ്റുവേഷനും നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തി ചീറ്റ് ചെയ്തു എന്നൊരു തോന്നലുണ്ട്. അതൊക്കെ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ കരിയർ വൈസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നൊരു സമയമായിട്ട് ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്. ടെലിപ്പതി വർക്കാവുന്നൊരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ വേറൊന്നും ചിന്തിക്കുന്നില്ല. ഫുള്ളായിട്ട് നിങ്ങളിൽ തന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടും ഡേ ബൈ ഡേ നിങ്ങൾ പോസിറ്റീവായിട്ട് വരുന്നതായിട്ടും ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദി ബോട്ടം ഓഫ് ദി ഡെക്ക് നമ്മൾക്ക് 6 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് എല്ലാ റീഡിങ്ങിലെയും ബോട്ടം ഓഫ് ദി ഡെക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യം ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഒരു കാർഡ് കൂടിയാണ് കേട്ടോ. സോ ഇവിടെ 6 ഓഫ് കപ്സ് ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് എത്രയും പെട്ടെന്നൊരു റീയൂണിയൻ റീകൺസിലേഷൻ നടക്കണമെന്ന് ഈ വ്യക്തി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ആയിരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊരു മാരേജ് എൻഗേജ്മെൻറ്റ് വിത്ത് ഫാമിലി സപ്പോർട്ടാണ് ആൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഫാമിലി എതിർത്ത് നിൽക്കുന്ന സിറ്റുവേഷനോ കാര്യങ്ങളോ അങ്ങനെയാണെങ്കിൽ അതെല്ലാം മാറി ഒന്നിക്കണം എന്നൊരാഗ്രഹവും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളെ മീറ്റ് ചെയ്യണം, സംസാരിക്കണം. ഒരു കോൾ, മെസ്സേജ്, കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ഈ വ്യക്തി ഇടയ്ക്ക് കുറച്ച് സമയത്ത് നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ പേഴ്സണ് ഭയങ്കരമായിട്ടൊരു കുറ്റബോധമുള്ളതായിട്ടും അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതിലുള്ള ഒരു വിഷമവും ഇപ്പോൾ ഈ വ്യക്തിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങളെ മനഃപൂർവ്വം മാറ്റി നിർത്തിയ അവസ്ഥകളും അതൊക്കെ ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. സോ അതിനനുസരിച്ച് ഈ വ്യക്തിയുടെ മനസ്സിൽ ഓരോ മാറ്റങ്ങൾ ഡേ ബൈ ഡേ വരുന്നുണ്ട്. അത് വരട്ടെ, അതിൻ്റെ ഇടയിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് ആൾ ഭയങ്കരമായിട്ട് മാറി വരുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത്. പോസിറ്റീവ് ചേഞ്ചാണ്. ആൾ ഭയങ്കര സ്ട്രെസ്, ആൻസൈറ്റി, ഒരു ഡിപ്രഷൻ ആ രീതിയിൽ പോകുന്നുണ്ടെങ്കിലും ഒരു തിരിച്ചറിവ് ഇവിടെ ഉണ്ടാകുന്നതായിട്ടും നിങ്ങളുമായിട്ട് റീയൂണിയൻ റീകൺസിലേഷൻ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടും എന്തുകൊണ്ടോ അതിലൊരു സ്റ്റക്നെസ് അല്ലെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല, നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നൊരു തോന്നലും ഈ വ്യക്തിക്ക് കറൻ്റ്ലി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. സോ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. നിങ്ങൾക്കും അതേപോലെ തന്നെ എത്രക്ക് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും നടക്കാത്തൊരു സിറ്റുവേഷനും ഭയങ്കര ഡൗൺ ആയി പോകുന്നൊരവസ്ഥയും നിങ്ങൾക്കും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് ഈ വ്യക്തിയുമായിട്ട് ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു, ഇനി ആരൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നാലും ഈ വ്യക്തിക്ക് പകരമാകില്ല എന്നൊരു തോന്നൽ മാത്രമല്ല, നിങ്ങൾ അത് ഉറച്ച് വിശ്വസിക്കുന്നുമുണ്ട്. സോ അതാണ് എനിക്ക് ഈ ഒരു ഫസ്റ്റ് പൈലിൽ കാണാൻ സാധിക്കുന്നത്. സോ ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ. നമ്മൾക്ക് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം.
ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് പെൻഡിക്കിൾ, ഡെവിൾ കാർഡ്, അതേപോലെ തന്നെ 7 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്, സ്റ്റാർ കാർഡ്, 2 ഓഫ് സോഡ്സ്, 9 ഓഫ് വാൺസ്, അതേപോലെ തന്നെ നൈറ്റ് ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് 5 ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഈ പേഴ്സൺ അടുത്ത സമയത്തായിട്ട് ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ കാണാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് കാര്യങ്ങളായിട്ട് കാണാൻ പറ്റുന്നു. എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യണം, സംസാരിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥന ആരൊക്കെ പ്രാർത്ഥിക്കുന്നു അതിനനുസരിച്ച് യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുന്നു, അതിനനുസരിച്ചൊരു റിസൾട്ട് കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ചും ഫുൾ മൂൺ ഡേയിലോ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നവരൊക്കെ തന്നെ അവർക്കുടനെ തന്നെ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കാം. ഈ പേഴ്സണെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് വരും. ബാക്കിയുള്ളവരുടെ അവസ്ഥ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ബ്ലാക്ക് മാജിക് എഫക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയും ബ്ലാക്ക് മാജിക് എഫക്റ്റും ഹെൽത്ത് ഇഷ്യൂസും കരിയർ വൈസ് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം വരുന്നൊരു സമയമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഉടനെ തന്നെ അതിനൊരു മാറ്റം ഉണ്ടാകും. സോ ആളൊരു മാറ്റത്തിന് ജീവിതം മൊത്തത്തിലൊന്ന് മാറി മറിയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ റിലേഷൻഷിപ്പിലും നിങ്ങളെ കാണണം, സംസാരിക്കണം, മേ ബി നിങ്ങളെ പറ്റിയിട്ട് വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ തിരക്കുന്നൊരവസ്ഥയും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ തിരക്കുന്നുണ്ടായിരിക്കാം. അതെല്ലാം ഈ വ്യക്തി അറിയുന്നൊരു സിറ്റുവേഷനും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് ട്രോമയുണ്ട്. ഓക്കെ, അതായത് ഒരുപാട് പാസ്റ്റ് ലൈഫ് ട്രോമ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് പല ആൾക്കാരിൽ നിന്നും കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ ഈ വ്യക്തി അത്രത്തോളം ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഒരു ചീറ്റിംഗ് എനർജി, ചതിച്ചതായിട്ടും വഞ്ചിച്ചതായിട്ടും എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടുള്ളതായിട്ടും അങ്ങനെ മെൻ്റലി ഒരുപാട് സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും അതൊന്നും മറന്നിട്ടില്ല. മേ ബി മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ നടന്നിട്ടുള്ള പല സംഭവങ്ങളും ഒരു മുറിവേറ്റ രീതിയിൽ തന്നെ മനസ്സിൽ കിടപ്പുണ്ട് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് അത് ഭയങ്കരം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ ഒരു നെഗറ്റീവ് എനർജി അടുക്കാൻ പറ്റാത്ത രീതിയിൽ, ഓക്കെ, ഒന്ന് കാണണം എന്ന് വിചാരിച്ചാൽ പോലും അത് എക്സ്റ്റെൻഡ് ആയി പോകുന്നു, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. ഇനി സംസാരിച്ചാൽ പോലും അതൊരു വഴക്കിലേക്കോ വാക്ക് തർക്കത്തിലേക്കോ പോകുന്നു. ഒരു ക്ലാരിറ്റി രണ്ട് സൈഡിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾക്കും കിട്ടുന്നില്ല, ആ വ്യക്തിക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ. പക്ഷേ സ്റ്റിൽ നിങ്ങളുടെ ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ട്, നിങ്ങളെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും രാത്രി സമയത്ത് നിങ്ങളെ പറ്റിയിട്ട് കോമൺ ഫ്രണ്ട്സിനടുത്തോ ഫാമിലി മെമ്പേഴ്സിനടുത്തോ നിങ്ങളെ പറ്റിയിട്ടുള്ളൊരു ടോക്ക് ഉണ്ടാകുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ളൊരു സംസാരമാണ്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ലൈഫ് മുന്നോട്ടേക്ക് പോസിബിൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ചും മേ ബി ഫാമിലി തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുള്ള വ്യക്തിയായിരിക്കാം. സോ ഇങ്ങനെ ഒരു ഫാമിലി ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു സ്റ്റക്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുത്തുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി കറൻ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പേഴ്സൻ്റെ ലൈഫ് മൊത്തത്തിൽ മാറി മറിയാൻ വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പൈലിനെ അപേക്ഷിച്ച് മാറ്റമുണ്ട്. അതായത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് നല്ലൊരു ലൈഫ് പോസിബിൾ ആകണം അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ വ്യക്തിയുടെ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം മാറണം. ഓക്കെ, ആൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ നല്ലൊരു ജോലിയോ നല്ലൊരു ഹെൽത്ത് കാര്യങ്ങൾ എല്ലാം ഓക്കെ ആയിട്ട് വരണം. സിറ്റുവേഷൻസ് ഇവിടെ ഓക്കെ ആയിരിക്കണം. ഓക്കെ, ഇവിടെ ആളുടെ സിറ്റുവേഷൻ എല്ലാം മൊത്തത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിരായിട്ട് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഞാൻ പല റീഡിങ്ങിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പേഴ്സൺ മാത്രമല്ല ആളുടെ സിറ്റുവേഷനും ആൾ മെൻ്റലി ഡൗൺ ആകുന്ന അവസ്ഥയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും. അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ആളുടെ ഇഷ്യൂസ് എല്ലാം മാറിയതായിട്ടും നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇഷ്യൂസ് കാര്യങ്ങൾ എന്നത്, അല്ലേ? സോ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് എടുത്തു പറയുന്നു
പറയുന്നില്ല. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിട്ട് ഈ പേഴ്സൺ എന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങനൊരു നല്ലൊരു ലൈഫ് വരുന്നതായിട്ടും, ഇപ്പോൾ ജോലിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി കിട്ടി, ക്യാഷ് വേ സ്റ്റെബിലിറ്റി വരുന്നു, കടങ്ങളുണ്ടെങ്കിൽ കൊടുത്തു തീർക്കാൻ പറ്റുന്നു. ഫാമിലിയാണ് എതിർത്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെല്ലാം സമ്മതിച്ച് വിത്ത് ഫാമിലി സപ്പോർട്ടോടുകൂടി തന്നെ ഒരു കല്യാണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിലേക്കോ ഫുൾ സപ്പോർട്ടോടുകൂടി തന്നെ പോകണമെന്നാണ് ഈ വ്യക്തിയുടെ ആഗ്രഹം. ആരെയും വെറുപ്പിക്കാനൊന്നും ഈ പേഴ്സണൊട്ടും താല്പര്യമില്ല. ഓക്കെ, സോ അതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ മാറുന്നതായിട്ട്. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ നേരെ ഒരു ആക്ഷൻ എടുക്കാനും റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ പോലും അത് സ്റ്റേബിളായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ മെൻ്റലി നമ്മൾ കുറച്ചെങ്കിലും ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ. ഇപ്പോൾ ഈ പേഴ്സൺ ഇവിടെ ഈ ഒരു കാർഡ് കണ്ടില്ലേ, ഈ ലാസ്റ്റിലുള്ള കാർഡ്, അതാണ് ആ വ്യക്തിയുടെ അവസ്ഥ. ഓക്കെ, തീർച്ചയായിട്ടും ഇവിടെ ജെൻഡർ സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല, ആർക്കും കാണാം. സോ ഈ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങളെ മനസ്സ് വെച്ചുകൊണ്ട് ഒരു ആക്ഷനും എടുക്കാൻ പറ്റാതെ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ലൈഫ് മൊത്തത്തിൽ സ്റ്റക്കായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥ, എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് 5 ഓഫ് പെൻറ്റിക്കിളാണ് കിട്ടിയിട്ടുള്ളത്. സോ ഒരു കടലിൻ്റെ നടുക്ക് വെട്ട അവസ്ഥയിലാണ് ഈ വ്യക്തി എല്ലാം കൊണ്ടും. ഓക്കെ, ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം ഒരു 1 മന്തായിട്ട് ഈ പേഴ്സണിന് കുറേ ഇഷ്യൂസ് ഉണ്ട്. പല നഷ്ടങ്ങളും കുറ്റപ്പെടുത്തലുകളും, ഭയങ്കര വിഷമാവുന്നു, ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു, ജോലി നഷ്ടമോ അല്ലെങ്കിൽ കരിയർ വൈസ് ഒരു കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റായി നല്ലൊരു ജോലി, ആൾക്ക് ഇപ്പോൾ ജോലി ഉണ്ടെങ്കിലും കുറേയും കൂടി ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡും അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടക്കുന്നില്ല, അതാണ് റിലേഷൻഷിപ്പിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിളാണ് കാണിക്കുന്നത്. ഒരു 5 വീക്സ് 5 മന്ത്സ് വരെ ചിലർക്ക് ഇവിടെ സമയം കാണിക്കുന്നുണ്ട് ഈ സിറ്റുവേഷൻ മാറാനായിട്ട്, നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ മാറാനായിട്ട് നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. സോ അതേപോലെ തന്നെ ഒരു നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യും. ഈ പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി കുറച്ചൊരു സമയം ആവശ്യമാണ്, അത് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുക. നിങ്ങളെ ഇഷ്ടമാണ്, ചീറ്റ് ചെയ്യുകയല്ല. സിറ്റുവേഷൻ കാരണം, പാസ്റ്റ് ലൈഫ് ട്രോമ കാരണവും മാറി നിൽക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ വന്ന് കാണണമെന്ന് വിചാരിച്ചാൽ അതിങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് ഈ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാരണമാണ് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജിയും നെഗറ്റിവിറ്റിയും വരുന്നത്. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. നല്ലപോലെ മുന്നോട്ടേക്ക് പോകേണ്ട ഒരു കണക്ഷനാണ് ഇവിടെ സ്റ്റക്കായി, അല്ലെങ്കിൽ ഒരുമിക്കേണ്ട ഒരു കണക്ഷൻ, ഒരു ഡെസ്റ്റിനി എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും. ഈ ഇഷ്യൂസ് എല്ലാം എത്രയും പെട്ടെന്ന് മാറിക്കിട്ടട്ടെ, യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. സോ ഇപ്പോൾ കുറച്ച് സമയമാണ് ആവശ്യം. നിങ്ങളും ഇതൊരു ഹീലിംഗ് പീരീഡ് അല്ലെങ്കിൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലേക്ക് വരിക. ഓക്കെ, നിങ്ങൾക്കും ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ പ്രത്യേകിച്ചൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാണാൻ പറ്റുന്നില്ല. ഈ വ്യക്തിക്കാണ് ഇപ്പോൾ കറൻ്റ്ലി ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥ. ഓക്കെ, പുറമേ ഹാപ്പി ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ആൾ ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ.